ഒരാളെ ഹഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഉള്ളപ്പോഴോ ഇല്ലെങ്കിൽ ഒരു വാം ഫീലിംഗ് ഉള്ളപ്പോഴോ വരുന്നത്. ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ ഓക്സിറ്റോസിൻ ആണ് ഹാപ്പി, മേക്സ് യു ഹാപ്പി. സോ മേക്സ് യു ഫീൽ സെക്യൂർ. ഹാപ്പി മാത്രമല്ല, യു ആർ സെക്യൂർ. നമ്മൾ എപ്പോഴും റിലാക്സ് ചെയ്യുന്ന എപ്പോഴായിരിക്കും ദറ്റ് യു ആർ സേഫ്. ബിക്കോസ് ആ ഒരു പ്രൈമൽ ഫീലിംഗ് നമ്മുടെ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ എന്താ ഇപ്പം പ്രെഡറ്റേഴ്സ് ഇല്ല, പണ്ടത്തെ പോലെ കേവ്മെൻ അല്ല, എങ്കിലും നമ്മൾ സേഫ് ആണെങ്കിൽ യു ആർ ഹാപ്പി. കുറേയൊക്കെ യു ആർ അറ്റ് പീസ്, യു ലെറ്റ് ഡൗൺ യുവർ ഗാർഡ്. കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യും, ഓപ്പൺ ആവും. അപ്പോൾ അതെല്ലാം തരുന്ന ഹോർമോൺസ് ആണ്. ഇത് കണ്ടുപിടിച്ച് കുറച്ച് നാൾ മുമ്പ് വരെ ഇങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. പക്ഷെ അത് കണ്ടുപിടിച്ചതും അതിനെ പ്രാക്ടിക്കലാക്കുന്നതും ഒരു തരത്തിൽ നല്ലതാണ്. ബിക്കോസ് ബോഡി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു സൂപ്പർ കമ്പ്യൂട്ടറാണ് ഈ സൂപ്പർ മെഷീനാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ആദ്യമൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന എങ്ങനെയോ ചിന്തകൾ കൊണ്ട് നമ്മുടെ ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇന്നത്തെ ഇതൊക്കെ വെച്ച് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ ഇൻഡ്യൂസ് എ സെയിം തിങ്. നമ്മുടെ ബോഡി കൊണ്ട് പലതും തിരിച്ച് ചെയ്യോ, അല്ലെങ്കിൽ ഇതുപോലെ എക്സസൈസ് ചെയ്യോ, അല്ലെങ്കിൽ ഗോ ഹഗ് യുവർ മദർ, പോയി അമ്മയൊന്ന് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളെ ഒന്ന് ഹഗ് ചെയ്താൽ നമുക്ക് ഈ ഹോർമോൺസ് ഒക്കെ ഉണ്ടാവുമെങ്കിൽ ആ നിമിഷം നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് കുറവാകും.